ഒരു ഹെൽത്തി വെയിറ്റ് ലോസിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്ത് ചെക്കപ്പാണ്. കാരണം നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയണം. നിങ്ങളുടെ ബോഡി വെയിറ്റ് അറിഞ്ഞിരിക്കണം, ഹൈറ്റ് അറിഞ്ഞിരിക്കണം, ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണോ എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആവും, അത് നമ്മളറിയാതെ പോവും. അപ്പം അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബി പി വളരെയധികം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു നല്ല ഡയറ്റിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സാലഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളായിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആഡ് ഓൺ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടാവും. അത് നല്ല രീതിയിൽ എഫക്റ്റ് കൊടുക്കുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് ലോസിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്ത് ചെക്കപ്പാണ്. കാരണം നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയണം. കാരണം ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നിങ്ങളുടെ ബോഡി വെയിറ്റ് അറിഞ്ഞിരിക്കണം, ഹൈറ്റ് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണോ എന്ന് അറിഞ്ഞിരിക്കണം, ഷുഗർ പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആവും, അത് നമ്മളറിയാതെ പോവും. അപ്പം അത് മനസ്സിലാക്കണം, ഷുഗർ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബി പി വളരെയധികം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വെയിറ്റ് കുറച്ച് കൂടുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളിലും വരുന്നൊരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ബാക്കി എല്ലാ ടെസ്റ്റുകളും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ നടത്തുന്നത് നല്ലതാണ്. ലിവർ ഫംഗ്ഷൻ നോക്കുക, അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ നോക്കുന്നതൊക്കെ തന്നെ നല്ലതാണ്. അപ്പം കാരണം നമ്മൾ ഭക്ഷണത്തിനകത്ത് ഇപ്പം നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കും, അതുപോലെ തന്നെ കാർബ്സ് കുറയ്ക്കും, ഷുഗർ കട്ട് ചെയ്യും, അങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ നിങ്ങളുടെ ഡയറ്റിൽ കൊണ്ടുവരും. അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റൊക്കെയാണ്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവരുടെ കിഡ്നിക്ക് ഓവർ പ്രോട്ടീൻസിനൊന്നും ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് എന്താണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒരു ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യണം, ഈ ഒരു മാസം കൊണ്ട് എനിക്ക് മാക്സിമം ഒരു 4 to 5 kgs എനിക്ക് കുറയ്ക്കണം. അപ്പോൾ ഈ 4 to 5 kgs കുറയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യം ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കണം. ഈ 1 month ആ ഡയറ്റ് ഞാൻ ചീറ്റ് ചെയ്യില്ല. അത് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട ഒരു പ്ലഡ്ജാണ്. കാരണം പലരും തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അവർ ചീറ്റ് ഡേ കൊടുക്കാറുണ്ട്. ഈ ചീറ്റ് ഡേയിൽ ഒരാഴ്ച കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അവർ ഒരുമിച്ച് കഴിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ചീറ്റിങ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു 1 week നിങ്ങൾ കറക്റ്റായിട്ട് ഡയറ്റ് എടുത്തിട്ട് ഒരു ചീറ്റ് ഡേ കൊടുക്കുന്നുണ്ടെങ്കിൽ മിനിമലായിട്ട് മാത്രം എന്തെങ്കിലും കഴിക്കുക എന്നല്ലാതെ ഓവർ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഡയറ്റ് കൃത്യമായിരിക്കണം. പിന്നെ ഒരു എക്സസൈസ്, ആ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ജിമ്മിൽ പോവാം, ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സൂംബ കളിക്കാം, അങ്ങനെ എറോബിക്സ് പോലുള്ള ഓരോരോ ഐറ്റംസുകളുണ്ട്. അത് നമുക്ക് ബോറടിക്കില്ല. ചില ആളുകൾക്കുണ്ട് ഈ യോഗ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം അത് വളരെ സ്ലോ ആയിട്ട് അധികം ബോഡിയൊന്നും അനങ്ങാതെ ഒക്കെ കളിക്കും. ലാസ്റ്റ് ആകുന്ന സമയത്ത് അവർക്ക് വേർക്കുന്നില്ല, വലിയൊരു ബോഡിയിൽ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സൂംബയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം അത്യാവശ്യം അങ്ങോട്ട് അനങ്ങും. അപ്പോൾ അനങ്ങുന്ന സമയത്ത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മളങ്ങ് വേർക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം, ഞാൻ ഇന്ന് എനിക്ക് ഇത്രയും കളിക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ് നമുക്കുണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും എടുക്കും. അപ്പോൾ യോഗ ചെയ്യുന്നത് മിസ്റ്റേക്ക് എന്നല്ല പറയുന്നത്. യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യ നമസ്കാരമൊക്കെ ഒരു 10-15 തവണ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അത്യാവശ്യം ഒന്ന് അനങ്ങുന്ന ഒരു എക്സസൈസ് തന്നെയാണ്. അല്ലാണ്ട് നിങ്ങളിങ്ങനെ മെല്ലെ ചെയ്യുക, അതൊരു 5 തവണ ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് യോഗകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിക്ക് വലിയൊരു അനക്കം വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പക്ഷേ ഒരു ടോട്ടൽ വെൽബീയിങ്ങിന് അത്യാവശ്യമാണ് യോഗ എന്ന് പറയുന്നത്. നിങ്ങളത് ഫോളോ ചെയ്യുക. രാവിലെ ഇപ്പം എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ യോഗ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോറിംഗ് ആവില്ല. അപ്പം അത് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടത്. ബോഡി ഓക്കെയാണ്, ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നല്ലൊരു ഡയറ്റിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് വേണം. ഇങ്ങനെയായിരിക്കും എൻ്റെ ഡയറ്റ്, ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഒഴിവാക്കും, ഒന്നും കൂടി പോകാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. എക്സസൈസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു നല്ല ഡയറ്റിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പം വെയിറ്റ് ലോസിനൊക്കെയാണ് ഇപ്പം നോക്കുന്നതെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സാലഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളായിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടാവും. അത് നല്ല രീതിയിൽ എഫക്റ്റ് കൊടുക്കുന്നതാണ്. പക്ഷേ എല്ലാം തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും പ്രാക്ടീസ് ചെയ്യരുത്, അതാണ് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്കിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്.
അതിപ്പോൾ പ്രോട്ടീൻസിനാണെങ്കിലും കൂടുതൽ പ്രോട്ടീൻസ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്താണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ബോഡിക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡയറ്റീഷ്യൻ്റെ അടുത്ത് നിങ്ങളുടെ അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഒന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് മാക്സിമം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡയറ്റ് തുടങ്ങുക. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു ഡയറ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ കോമൺലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവിടെ ഷുഗർ കട്ട് അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ചീറ്റ് ഡേയിലാണെങ്കിലും സ്വീറ്റ്സ് ക്രേവിങ്സ് കൂടുതൽ ഉണ്ടാവാതിരിക്കുക. അതായത് സ്വീറ്റ്സ് ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ കലോറി കൂടിയ പേസ്ട്രീസ്, കേക്കുകൾ ഇതൊക്കെ നന്നായിട്ട് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബോഡിയിൽ നല്ല രീതിയിൽ തന്നെ ഫാറ്റായിട്ട് കൊഴുപ്പായിട്ട് മാറും. അപ്പം ആ ഒരു ശീലം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റുക. അപ്പം ആ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ ഡയറ്റ് പ്രകാരം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് കുറവാണ്. പക്ഷേ ഈ ഒരു ചീറ്റ് ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇഡ്ഡലി 1 ഇഡ്ഡലിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് 2 ഇഡ്ഡലി ആയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചീറ്റ് ചെയ്യുക. അങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ എക്സസൈസ് കഴിയുമ്പോൾ അത്യാവശ്യം നമ്മളെ ബോഡി ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കൂടി ബോഡി ഒന്ന് അനങ്ങണം. വെറുതെ നിന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സമയം പോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യരുത്. അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് വേണ്ടത് ചെയ്യുക. പിന്നെ അധികം വെയിറ്റ് ലിഫ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഓവർ വെയിറ്റ് എടുത്ത് പൊക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ബോഡീനെ തന്നെ എന്ത് ചെയ്യും, ഡാമേജ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ചില ആളുകളുടെ ജിമ്മിലൊക്കെ പോയിട്ട് അവരുടെ മസിൽ ബൾക്ക് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പല എക്സസൈസും ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നത്തെ ജനറേഷനിൽ വളരെ ചെറിയ വയസ്സിൽ തന്നെ യങ് ആയിട്ടുള്ള ആളുകളിൽ ഡയബറ്റീസൊക്കെ കണ്ടുവരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. ഇപ്പം ചോറ് നിങ്ങളൊരു 2 നേരമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ 1 നേരത്തിലോട്ട് കൊണ്ടുവരിക. ആ പ്ലേറ്റിങ്ങിൽ നമ്മൾ ചോറിൻ്റെ അളവ് എത്രയോ കുറച്ചിട്ട് പ്രോട്ടീൻസും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. കട്ട് ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു മാജിക് പ്ലേറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ കൊണ്ടുവന്നാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ചില പേഷ്യൻസ് വിളിച്ച് പറയുന്ന കാര്യമാണ്, ഡോക്ടറെ ഞാൻ കുറേ കാലമായി വെയിറ്റ് ലോസ് ചെയ്യുന്നത്, ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ജിമ്മിൽ നിന്ന് ഡയറ്റ് പറഞ്ഞിരുന്നുണ്ട്, പക്ഷേ അതൊന്നും അവർക്ക് എന്താവുന്നില്ല, അങ്ങോട്ട് ഏൽക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും അത് പിടിക്കുന്നില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പം ഇതൊന്ന് കറക്റ്റായിട്ട് വരണം. നിങ്ങളുടെ മെറ്റബോളിസമൊക്കെ ബൂസ്റ്റായിട്ട് ഫാറ്റൊക്കെ ലോസ് ആവണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.